ഒരു ഗ്രാമത്തെ നമുക്ക് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. താമരശ്ശേരിയെ ചേർത്ത് നിർത്തണം, അടിവാരത്തെ ചേർത്ത് നിർത്തണം, ഈങ്ങപ്പുഴയെ ചേർത്ത് നിർത്തണം. ഇവിടെ നിന്നും തുടർച്ചയായിട്ട് വരുന്ന വാർത്തകൾ നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആ നാട്ടുകാർക്കൊപ്പം നമ്മൾ ചേരുകയാണ്. ആ നാടിനെ ലഹരിയിൽ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു റിപ്പോർട്ടർ TV താമരശ്ശേരിയിലെ മനുഷ്യർക്കൊപ്പം. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ 4-ാം വളവ് ലഹരിയുടെ ഹബ്ബായി മാറുകയാണ്. 4-ാം വളവ് കേന്ദ്രീകരിച്ച് വിപണനവും ഉപഭോഗവും സുലഭമാണ്. ലഹരി വ്യാപനത്തെ പ്രതിരോധിക്കാനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ദീപക് മലയമ്മ ഇപ്പോൾ 4-ാം വളവിൽ നിന്ന് ചേരും. ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം തത്സമയം പ്രേക്ഷകർക്കൊപ്പമുണ്ട്. VS രഞ്ജിത്തുണ്ട്, അഭിലാഷ് ഉണ്ട്, സിനോജ് മലയമ്മയുമുണ്ട്. താമരശ്ശേരിയിലെ മനുഷ്യർക്കൊപ്പം ആദ്യം സിനോജ് തോമസുമുണ്ട്. ആദ്യം നമുക്ക് ദീപക് മലയമ്മയിലേക്ക് പോകാം. ദീപക് മലയമ്മ, 4-ാം വളവിലാണ് ലഹരിയുടെ ഒരു പ്രധാനപ്പെട്ട സെന്റർ എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ ലഹരിയുടെ വ്യാപനം ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഈ 4-ാം വളവ് തിരഞ്ഞെടുക്കുന്നത് ലഹരി വ്യാപാരികൾ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് 4-ാം വളവിലാണ്. അതിനോട് ചേർന്നിട്ടുള്ള ബദൽ പാത ഇത് പോകുന്നത് അടിവാരത്തേക്കാണ്. പ്രധാന പാതയ്ക്ക് തൊട്ടരികിലൂടെ വരുന്ന ഒരു പാതയാണ്. ഇതിൻ്റെ ഇരുവശത്തും നിരവധിയായ കടകളൊക്കെ ഉണ്ട്. ഇവിടെ വ്യാപാരം ഏതാണ്ട് രാത്രി 11 മണി വരെയാണുള്ളത്. നിരവധിയായ ആളുകൾ ചുരം കയറി പോകുന്നവരും ഇറങ്ങി വരുന്നവരുമൊക്കെ ഒന്ന് തമ്പടിക്കാൻ പോകുന്ന ഇടവും കൂടിയാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി ഉപഭോഗവും വിപണനവും ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതിയായിട്ടുള്ളത്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഷിബില എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ, തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ യാസർ ജോലി ചെയ്ത കടയാണ് ഈ കാണുന്നത്. 8 മാസം മുൻപാണ് ഇവിടെ യാസർ ജോലി ചെയ്തിരുന്നത് എന്ന് കടയുടമ നേരത്തെ പറയുന്നു. പക്ഷേ ക്യാമറയ്ക്ക് മുൻപിൽ വരാനോ ഒന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്തിനാണ് എൻ്റെ കട കാണിക്കുന്നത്, എന്നെ പഴിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ നാട്ടുകാർക്ക് പറയാനുള്ളത് ഈ തരത്തിൽ അവർ എഴുതി തന്നെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലഹരിക്കും ലഹരിക്കാർക്കും കർശന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ട ഗതികളിലേക്ക് നാട്ടുകാർ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾക്ക് വന്നാൽ അവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ പല ഇടങ്ങളിലായി ഇരിക്കാൻ ഉതകുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കടകളിൽ, എല്ലാ കടകളെയുമല്ല, അല്ലെങ്കിൽ കട നടത്തുന്ന ആളുകളെയുമല്ല നമ്മൾ പറയുന്നത്, ചിലയിടങ്ങളിലെങ്കിലും ലഹരി ഉപഭോഗത്തിന് ഉതകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില നാട്ടുകാർ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പൊതുപ്രവർത്തകർ കൂടിയാണ് ഇവർ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാകേഷ്, എന്താ അക്ഷരാർത്ഥത്തിൽ 4-ാം വളവിൽ നടക്കുന്നത്? 4-ാം വളവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇതൊരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഹബ്ബാണ്. നിരവധിയായിട്ടുള്ള യാത്രക്കാർ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം, ചുരം ആയതുകൊണ്ട് ഒന്ന് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള ചെറുപ്പക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾ എത്തരത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് കടക്കാർക്ക് പോലും തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു ഇടപെടലാണ് ഈ ചെറുപ്പക്കാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിലിപ്പം ഈ കടകളിലൊക്കെ ഇത്തരത്തിൽ ചില ആളുകളെങ്കിലും, ചില കട നടത്തുന്നവരെങ്കിലും ഇത് വിപണനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ള പരാതി, എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? ഇതിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നില്ല. ഇവർ ഇതിൽ ഇരയാവുകയാണ് ചെയ്യുന്നത്. ഇതിൽ താൽക്കാലികത്തേക്ക് കുറച്ച് ആളുകളെ ജോലിക്ക് നിർത്തുന്ന ചെറിയ കുട്ടികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൽ എല്ലാ ആളുകളെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഈ ആളുകൾക്ക് കടയിൽ നിർത്താൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ ഇരകളാണ്. അല്ലാത്ത ആളുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പം അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വിജനമായ പ്രദേശമൊക്കെ ഉണ്ട്. ഇവിടേക്കൊക്കെ ആളുകൾക്ക് എളുപ്പത്തിൽ കയറി നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തേക്കാണ് ഒരു മലമ്പ്രദേശമാണ്. ഇവിടേക്ക് ചവിട്ട് വഴി നമുക്ക് പലതായി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ചവിട്ട് വഴിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ തൊഴിലാളികൾ പോകുന്ന ഇടമൊന്നുമല്ല എന്നുള്ളതാണ്. ഇവിടേക്ക് എത്തുന്ന ആളുകൾ അവർക്ക് ഒന്ന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപീകരിക്കുന്നത് ഇത്തരം വഴികളിലൂടെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോയിട്ടാണ്. ഇവിടേക്ക് വീടുകൾ താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ശ്രദ്ധ അത്ര കണ്ട് എത്താത്ത ഇടങ്ങളാണ്. ഈ ചവിട്ടുവഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് മുകൾ ഭാഗത്തേക്ക് പോയി അവിടെ ഇരിക്കുക, അവിടെ നിന്ന് ഇത്തരത്തിൽ ലഹരി ഉപഭോഗം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത് തന്നെ ഒരു നീർച്ചാൽ കൂടിയുണ്ട്. ആ നീർച്ചാലിൻ്റെ സൗന്ദര്യം കണ്ടാൽ ആരും ഒന്ന് വെള്ളമുള്ള സമയത്താണെങ്കിൽ നോക്കി നിന്നു പോകും. പക്ഷേ അത് വെള്ളമില്ലാത്ത സമയത്തേക്ക് വരുമ്പോൾ ആ മേഖല കൂടി ഇത്തരത്തിൽ ലഹരി ഉപഭോഗത്തിനുള്ള ഇടമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതിൻ്റെ ഒരു കാഴ്ച കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തിക്കേണ്ടതുണ്ട്. നിറഞ്ഞ പാറക്കെട്ടുകളാണ്. ആ പ്രദേശത്തേക്ക് പൂർണ്ണമായും രാത്രി സമയത്തൊക്കെ ആളുകൾ കയറിപ്പോകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരുന്ന് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലേ? യെസ്, തീർച്ചയായും. ഇവിടെ ഇത് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക താല്പര്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഒരു കൂട്ട ആളുകളാണ്. അവിടെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് ഈ ജനങ്ങൾ ജാഗ്രതാ സമിതി ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള
ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് നന്നാക്കാൻ പറ്റുന്നു. നമുക്ക് മുമ്പും ഇത്തരം പ്രവർത്തനങ്ങളെ ഇടപെട്ട് ഇതല്ലെങ്കിൽ ലഹരി മാഫിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാഫിയകൾക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് പറയുന്നത് വെച്ചാൽ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ഈ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ നമുക്ക് നിരന്തരമായിട്ട് ഇതിൽ ഒരു ജാഗരൂകരായി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ഇവർ അജണ്ട നടപ്പിലാക്കുന്നത്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന് അരുൺ, ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഈ ഭീഷണിപ്പെടുത്തുന്നത് ഇവിടെയും തുടരുകയാണ് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുന്ന ആളുകൾക്കെതിരെ ഭീഷണി കൂടിയുണ്ട്. ഒറ്റ ഒരാളെ കൂടി പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ അവസാനിപ്പിക്കാം. ഇതാ ഷമീർക്കാണ്. ഷമീർക്ക ഇവിടെ കട നടത്തുന്ന ആൾ കൂടിയാണ്. ഈ കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ വിപണനമൊക്കെ ഉണ്ട് എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. എന്താ സംഭവിക്കുന്നത് ശരിക്കും ഇവിടെ? ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പൊതുവിൽ എല്ലാവരും പറയണ മനസ്സിലാണ് ഇവിടെ വിപണനം ഉണ്ട് എന്നാണ് എല്ലാവരും ഇത് പുറത്തുനിന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആരാണ് ഇത് വരുന്നത് പോണത്, പല ആൾക്കാരും പല ഭാഗത്തുനിന്നും വരുന്നതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്നത് പിന്നെ ഏതാണ് ഇത് ഇതിൻ്റെ കച്ചവടക്കാർ വാങ്ങണോലും വിൽക്കണോലും ഒന്നും മനസ്സിലാക്കി. ഈ ആളുകൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആളുകൾ രാത്രി ഇവിടെ കടകളെല്ലാം പൂട്ടി കഴിഞ്ഞാലും 12 മണി 1 മണി സമയത്തൊക്കെ പല സമയത്തും നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആളുകളെ ഒരുപാട് ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും, ഇപ്പം ചെറിയ പെൺകുട്ടികൾ വരെ കാണാറുണ്ട്. ചെറിയ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 16-17 വയസ്സായ കുട്ടികളൊക്കെ രാത്രി ഒരു ആ സമയത്ത് ഞങ്ങൾ കട അടച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഇവിടെ വന്ന് നോക്കും എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന്. ആ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം ഈ പാലത്തുമല ഈ സൈഡിലോ ആ പുഴയിലൊക്കെ അങ്ങനെ വന്ന് നിൽക്കണേ. അരുൺ, ആ തരത്തിലാണ് ഇപ്പോൾ 11 മണിയോടുകൂടി കട അടപ്പിക്കുന്ന നിലപാടിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ വാർത്തയൊക്കെ നൽകിയതാണ്, പോലീസ് ഒരു ഔട്ട് പോസ്റ്റ് മാത്രമാണ് അടിവാരത്തുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇവിടെ എത്തി ഒരു പരിശോധന നടത്തുക എന്നുള്ളതൊന്നും തന്നെ സാധ്യമാകാതെ പോകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. എന്തായാലും ആ കാര്യത്തിലൊക്കെ തന്നെ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ പൊതുവെ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് ഇത് തുറന്നു പറയാനുള്ള ഭയമുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയാതിരിക്കാൻ ഒരാവശ്യവുമില്ല. നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും, പോലീസും എക്സൈസ് വകുപ്പും എല്ലാം, എൻഫോഴ്സ്മെന്റ് ഏജൻസികളും എല്ലാം നാട്ടുകാർക്കൊപ്പം തന്നെ നിൽക്കും. തീർച്ചയായിട്ടും ഈ വിപത്തിനെ തടയാൻ നാട്ടുകാരുടെ ജാഗ്രതാ സമിതി സഹായിക്കും. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് എടുത്തു നൽകിയാൽ ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ സംപ്രേഷണം ചെയ്യും. 4-ാം വളവ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം എല്ലാവരും. ആ 4-ാം വളവിൽ ലഹരിയുടെ വ്യാപനവും ഉപയോഗവും കൂടുന്നു എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നതും.